ഇന്ന് ഞാൻ നിന്നോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു ഞെട്ടിക്കുന്ന യഥാർത്ഥ കഥയാണ്. ഒരു യുവാവിന്റെ ജീവിതം എങ്ങനെ ഒരൊറ്റ തെറ്റായ തീരുമാനം കൊണ്ട് തകർന്നുപോയി എന്ന് ഈ കഥ നിന്നെ ഓർമ്മിപ്പിക്കും. ഷെയ്ഖ് അബ്ബാസ് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട, അദ്ദേഹം തന്നെ വിവരിച്ച ഈ സംഭവം പ്രത്യേകിച്ച് യുവാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. 20 വയസ്സിനോടടുത്ത ഒരു യുവാവ് ജിദ്ദയിലേക്ക് യാത്ര ചെയ്തു. എന്തിനാണ് അവൻ വന്നത്? ഒരു മയക്കുമരുന്ന് വാങ്ങാൻ. അതിന്റെ പേര് ജംബോ. ഈ ജംബോ എന്താണെന്നറിയാമോ? ഇത് ഒരു സാധാരണ മരുന്നല്ല. ഇത് നിന്നെ ഈ ലോകത്തു നിന്ന് വേറെ ഒരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയപ്പെടുന്നത്. അത്ര അപകടകരമാണ് ഈ മരുന്ന്. ഈ യുവാവ് തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഈ മരുന്നിനെക്കുറിച്ച് കേട്ടു. അവർ പറഞ്ഞു, നമുക്ക് പോയി വാങ്ങാം, ഒന്ന് ശ്രമിച്ചു നോക്കാം. അവൻ ജിദ്ദയിൽ തന്റെ സഹോദരന്റെ വീട്ടിലേക്ക് പോയി. വാതിൽ തുറന്നത് സഹോദരന്റെ ഭാര്യ. അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ കുറച്ച് പണം വേണം. ഞങ്ങൾ 4 പേരുണ്ട്, ഒരാൾക്ക് 50 റിയാൽ വീതം മതി. അവർ 200 റിയാൽ കൊടുത്തു. പക്ഷേ സത്യമെന്താണ്? അവന് ഭക്ഷണത്തിനല്ല, ജംബോ വാങ്ങാനാണ് പണം വേണ്ടിയിരുന്നത്. അവർക്ക് കുറച്ച് പണമുണ്ടായിരുന്നു, പക്ഷേ അത് പോരായിരുന്നു. ഈ പണം കൂടി ചേർത്ത് അവർ ജംബോ വാങ്ങി. ജിദ്ദയിൽ അവർക്ക് പരിചയമില്ല, എവിടെ പോകണമെന്ന് അറിയില്ല. അവസാനം അവർ തീരുമാനിച്ചു, നമുക്ക് എന്റെ സഹോദരന്റെ വീടിന്റെ പിൻവശത്തുള്ള മുറ്റത്ത് പോയി കാർ പാർക്ക് ചെയ്ത് മരുന്നുപയോഗിക്കാം. അവർ അവിടെ എത്തി. കാറിനുള്ളിലിരുന്ന് ജംബോ എടുത്തു. ഈ യുവാവിന് ഇത് ആദ്യത്തെ അനുഭവമാണ്. അവനറിയാതെ അല്പം കൂടുതൽ ഡോസ് എടുത്തു. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? അവന്റെ വായിൽ നിന്ന് വെളുത്ത നുര പുറത്തു വന്നു. കണ്ണുകൾ മുകളിലേക്ക് തിരിഞ്ഞു. അവന്റെ ശരീരം അനങ്ങുന്നില്ല. ഇപ്പോൾ അവന്റെ സുഹൃത്തുക്കൾ എന്താണ് ചെയ്തത്? അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയോ? ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തോ? ഇല്ല. അവർ അവനെ എടുത്ത് റോഡിന് നടുവിൽ ഉപേക്ഷിച്ചു. പിന്നെ അവർ ഓടിപ്പോയി. ആ യുവാവ് രാത്രി മുഴുവൻ റോഡിൽ കിടന്നു. ഫജ്ർ നമസ്കാരത്തിന് ശേഷം മസ്ജിദിൽ നിന്ന് പുറത്തു വന്ന ആളുകൾ ഒരു മൃതദേഹം കണ്ടു. അവന്റെ കയ്യിൽ ജംബോയുടെ ബാക്കിയുണ്ടായിരുന്നു. അവൻ കൂടുതൽ എടുക്കാൻ ശ്രമിച്ചിരുന്നു, കുറച്ചുകൂടി എനർജി കിട്ടുമെന്ന് കരുതി. പക്ഷേ അതവന്റെ ജീവനെടുത്തു. ഷെയ്ഖ് അബ്ബാസ് പറയുന്നു, അവന്റെ മൃതദേഹം എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ മയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ അല്ലാഹുവാണ് സത്യം, ഞാൻ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. 30 വർഷമായി ഞാൻ ഈ ജോലി ചെയ്യുന്നു, പക്ഷേ ഇതുപോലൊരു മൃതദേഹം ഞാൻ കണ്ടിട്ടില്ല. അവന്റെ മുഖം കരിപോലെ കറുത്തുപോയിരുന്നു. ഓരോ തവണ ഞാൻ വെള്ളമൊഴിക്കുമ്പോഴും അത് കൂടുതൽ കറുത്തുകൊണ്ടിരുന്നു. ശരീരത്തിലെ രക്തക്കുഴലുകൾ നീലയും പച്ചയും നിറഞ്ഞ് പുറത്തേക്ക് തള്ളിനിന്നു. അവന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു.